Hello everyone, welcome to Competitive Cracker. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് വന്നു. അപ്പോൾ എല്ലാവരും പഠനം അവരുടെ ഉഷാറാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാൻ നമുക്കിനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിന്റെ 5 മാർക്കിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. വേറെ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 10th ലെവലോ +2 ലെവലോ ഉള്ള പരീക്ഷകൾക്കൊന്നും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞില്ല. സയൻസ് എന്ന് പറഞ്ഞുണ്ട്, പക്ഷെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു പോർഷൻ ഇല്ല. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച 2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. ശരിയാണ്. നാഷണൽ സ്പേസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ഇനി 2, ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025-ലെ പ്രതിപാദകം. അതായത് ആ വർഷത്തെ തീമാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2025-ലെ തീം ഇതായിരുന്നു. അല്ല, 2025-ലെ തീം എന്ന് പറയുന്നത് ഫ്രം ആര്യഭട്ട ടു ഗഗൻയാൻ, ഏൻഷ്യന്റ് വിസ്ഡം ആൻഡ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നായിരുന്നു ആ വർഷത്തെ തീം. സോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ, ബഹിരാകാശ ദിനം എന്നത് ചന്ദ്രനിൽ നമ്മുടെ ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതിന്റെ ആ ഒരു സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാജ്യമെങ്ങും സ്പേസ് ഡേ ആഘോഷിക്കുന്നത്. സോ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ, ഇത് ചൊവ്വ ഭ്രമണ ദൗത്യത്തിന്റെ വിജയസൂചകമായിട്ടുള്ള ആചരണമാണ്. ആണോ? അല്ല, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു ചന്ദ്രന്റെ ആണോ? ചൊവ്വയല്ല. ഇനി അഞ്ചാമത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ, ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സോ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ 2ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. സോ 2ഉം 4ഉമുള്ള പ്രസ്താവനകളെല്ലാം തെറ്റാണ്. സോ എല്ലാ വാക്യങ്ങളും ശരിയാണെന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ഇനി നമുക്ക് 2 ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. 2ഉം 3ഉം മാത്രം ശരിയാണ്, അത് എലിമിനേറ്റ് ആയി. പിന്നെ അതേപോലെ തന്നെ 4 എന്നുള്ള ഉത്തരം വരുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ നമ്മൾ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് മിച്ചം വരുന്നത് 3 മാത്രം ശരിയാണെന്നുള്ളത് തെറ്റാണ്. സോ നമുക്ക് മിച്ചം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള പ്രസ്താവന. അല്ലെങ്കിൽ 1, 3, 5 എന്നുള്ള പ്രസ്താവനകൾ ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്? നമ്മുടെ ബഹിരാകാശ പദ്ധതികൾ അല്ലെങ്കിൽ നമ്മുടെ ISROയുടെ ദൗത്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ആഗോള താപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഗോള വ്യാപന സാധ്യത അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗ്രഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. 2, ഒരു വാതകത്തിന്റെ GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അതിന്റെ വികിരണ കാര്യക്ഷമതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കാൻ റെഫറൻസ് ആയി ഉപയോഗിക്കുന്ന വാതകമാണ് മീത്തേൻ. നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഇനി അഞ്ചാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ഒന്നിലധികം ഹരിതഗ്രഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗ്രഹ വാതകങ്ങളുടെ ഉദ്ഭവനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആശയം ഉപയോഗിക്കുന്നു. സോ ഈ നമ്മൾ പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് പറയാൻ പറ്റും മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം നമ്മൾ എപ്പോഴും മീഥേന്റെ കാര്യമാണോ പറയുന്നത് എപ്പോഴും ഗ്ലോബൽ വാർമിംഗിൽ? അല്ല, കാർബൺ ഡയോക്സൈഡ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. സോ നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ കൂടി ഇവിടെ കൺസിഡർ ചെയ്യും. സോ 3 എന്ന് വരുന്ന പ്രസ്താവനകളുള്ള ഓപ്ഷൻ എല്ലാം തെറ്റാണ്. സോ ഓപ്ഷൻ എ എല്ലാ വാക്യങ്ങളും ശരിയാണെന്നുള്ളത് ഒബ്വിയസ്ലി തെറ്റായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റായിരിക്കും, കാരണം അവിടെ 3 വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡി എന്ന് പറയുന്നത് നമുക്ക് തെറ്റായിട്ടുള്ളതാണ്. സോ നമുക്ക് ഈസിലി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? എയും ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സി ശരിയാണ് എന്ന രീതിയിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. സോ നമ്മുടെ 1, 4, 5 എന്നത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയായ കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു
ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. നമുക്ക് എപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് നമ്മൾ കണക്കാക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്ഭവനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഒരു ഉത്തരത്തിലേക്ക് വരുന്നത്. സോ ചോദ്യങ്ങളുടെ ഒരു കിടപ്പ് നമുക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ സിലബസിൽ വെറും 5 മാർക്കിനാണ് വരുന്നത്, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത്. പക്ഷെ നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഉള്ള ഏരിയ ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ പരീക്ഷകളിൽ സയൻസ് മാത്രമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ലാർജ് ആയിട്ടാണ്. ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി, അതിന്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ ദേശീയ ശാസ്ത്ര സാങ്കേതിക പോളിസി അല്ലെങ്കിൽ നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം. അതേപോലെ ഹ്യൂമൻ ബോഡിയിലേക്ക് പോയാൽ തന്നെ 900 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, അതായത് നമ്മുടെ ബയോളജി, ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബയോളജിയൊക്കെ നമ്മുടെ ഒരു LDCയോ അല്ലെങ്കിൽ 10th ലെവലോ പരീക്ഷയ്ക്ക് കാണുന്ന സാധനത്തിന്റെ ഒരു NCERT രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു വലിയ രൂപത്തിലുള്ളതായിരിക്കും ഇവിടെ ഉണ്ടാകുക, നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുക. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കുറയ്ക്കേണ്ടത് എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. എന്താന്ന് നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. അതിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ISRO. ഒരു വർഷം ISRO എത്രമാത്രം ദൗത്യങ്ങൾ നടത്തുന്നുണ്ട്, പിന്നത്തെ വർഷത്തെ ദൗത്യങ്ങൾ, അതുപോലെ മുന്നിലത്തെ വർഷത്തെ ദൗത്യങ്ങൾ എല്ലാം നമ്മൾ നോക്കി വെക്കണം. കാരണം ISROയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ISRO പോലെ തന്നെ DRDO നമ്മുടെ പുതിയ മിസൈലുകളൊക്കെ നമ്മുടെ രാജ്യം പരീക്ഷിക്കുന്നുണ്ട്. എവിടെ നിന്ന് പരീക്ഷിക്കുന്നു, എത്രയാണ് അതിന്റെ റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ത് ചെയ്യണം, നമ്മൾ കാര്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ എനർജീനെ പറ്റിയിട്ടാണ്. അതായത് ഊർജ്ജ സംരക്ഷണ പദ്ധതികളും ടൈപ്സ് ഓഫ് എനർജിയും റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞു. പക്ഷെ കൂടുതൽ അങ്ങനെ ചോദിക്കാറില്ല. രണ്ടാമത്തെ മൊഡ്യൂളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഇല്ല. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാലാകാലങ്ങളായിട്ട് PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടായിരുന്ന ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം വന്നു. എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ നിന്ന് ഇഷ്യൂസ് ആൻഡ് കൺസേൺ റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, അതേപോലെ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ, ഉദാഹരണത്തിന് യൂട്രോഫിക്കേഷൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അങ്ങനെയുള്ള ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഡെവലപ്മെന്റ്സ് ഇൻ, അതുപോലെ തന്നെ ബയോടെക്നോളജി കാര്യമായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ബയോടെക്നോളജിയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഞാൻ ISROയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ISROയുടെ എല്ലാം കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലും കൂടിയാണ് ചോദിക്കുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് കാര്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കി പോകേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ 5 മാർക്ക് മാത്രമാണ് എവിടെ ഉള്ളത്, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഈ സിലബസിന്റെ വലിപ്പം കണ്ട് കൂടുതൽ ടൈം നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയനഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചോളം എന്താണ് 50 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഉണ്ട്. ഈ 50 മാർക്ക് സെറ്റാക്കിയ ശേഷം മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകാനായിട്ട് പാടുള്ളൂ, നമ്മുടെ GKയിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഈ 50 മാർക്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഒരു 35
245 നമുക്ക് പറ്റും. 45 പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു 40 എങ്കിലും എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു 45 തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഒരു GK വരികയാണെങ്കിൽ അവിടെ ഒരു 10 മുതൽ 15 മാർക്ക് മാത്രം അടിച്ചാൽ മതി ഡിഗ്രി പ്രിലിംസിന്റെ ബേസിസിൽ. ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്നുള്ളത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡിഗ്രി പ്രിലിംസിന് 100 മാർക്ക് മേടിച്ചു എന്നുള്ളൊരു കാര്യമില്ല. ഇത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം ആണ്. നമുക്ക് വരാൻ പോകുന്നത് മെയിൻസ് എക്സാം ആണ്. മെയിൻസ് എക്സാമിലെ മാർക്കായിരിക്കും നമ്മുടെ ജോലിയെ നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രിലിംസ് എക്സാമിനെ സംബന്ധിച്ചോളം നമുക്ക് പാസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ലത് ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ഒരു പോർഷനാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ പഠിക്കരുതെന്നല്ല, നിങ്ങൾ കൂടുതൽ സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അണ്ടത്തരമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പലരുടെയും ഇപ്പൊ പുതിയതായിട്ട് PSC പഠിക്കുന്ന പലരുടെയും വിചാരം എന്നത് PSC എന്നുള്ളത് ഹിസ്റ്ററി പഠിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഉള്ളതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വെറും 10 മാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി 90 മാർക്കിന്റെ വേറെ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്ത് സമയം കളയരുത്. നമുക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ MEM കോഴ്സുകൾ, MEM സബ്ജക്റ്റുകളാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താണ്, അധിക നാളുകളൊന്നും ഇല്ല പരീക്ഷയ്ക്കായിട്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു മിറാക്കിൾ ബാച്ച് ലോഞ്ച് ചെയ്തേക്കാണ്. ഇപ്പോഴും നമുക്ക് ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ആളുണ്ടായിരിക്കും, ഇത് കിട്ടുമോ? അത്ര വലിയ പാടൊന്നുമില്ല. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡി ആയിരിക്കുന്നതാണ്. മിറാക്കിൾ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം 4-ാം തീയതി ആയിരിക്കും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.